മലം പോയി കഴിഞ്ഞാൽ പോയി തീർന്നില്ല എന്നുള്ളൊരവസ്ഥ. മലം പോവാതിരിക്കുക. ദിവസങ്ങളോളം മലം പോവാതിരിക്കുന്ന അവസ്ഥ. ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ മലം പോകുന്നില്ല. ഇതൊക്കെ പല ആളുകളും കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കൽ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. അപ്പോൾ ഈ മലബന്ധത്തെക്കുറിച്ച് പല ആളുകളും വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും പല മരുന്നുകൾ ഉപയോഗിച്ച് നോക്കും, അല്ലെങ്കിൽ കുറേ ഫൈബേഴ്സൊക്കെ കഴിച്ചു നോക്കും, പല രീതിയിലുള്ള ചികിത്സകൾ ചെയ്തു നോക്കും, പക്ഷേ ഒന്നിനൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പല ആളുകളും പറയാറുള്ളതാണ്. അപ്പോൾ ഈ മലബന്ധം പ്രയാസം അനുഭവിച്ച് പിന്നീട് അതൊരു പൈൽസിലേക്കും അതുപോലുള്ള വിവിധ അസുഖങ്ങളിലേക്കൊക്കെ വഴിമാറി പോകുന്നതായിട്ടുണ്ട്. നമ്മുടെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ, രാവിലെ ജോലിയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ടൊരു ദിവസത്തെ മലശോധന ഇല്ലെങ്കിൽ അന്ന് അയാൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ മലബന്ധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. അപ്പോൾ ഈ മലബന്ധം വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുക, അതുപോലെ ഫൈബറിൻ്റെ അളവ് കുറവ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ നാരുള്ള ഭക്ഷണങ്ങൾ, നമ്മളെപ്പോഴും പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, അല്ലെങ്കിൽ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫൈബർ കഴിക്കണം എന്ന് പറയുന്നത്. ഫൈബറിന് നമ്മുടെ ഭക്ഷണത്തിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വയറിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിലുള്ള വേസ്റ്റുകളൊക്കെ അടിച്ച് തെളിച്ച് പുറത്തേക്ക് കളയാനും, അതുപോലെ മലത്തിൻ്റെ അളവ് കൂട്ടാനും, അതുവഴി മലബന്ധം ഇല്ലാതെ കൃത്യമായിട്ട് മലശോധന ലഭ്യമാക്കാനും ഫൈബർ കഴിക്കുന്നത് മൂലം നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഫൈബർ കഴിക്കണം എന്നുള്ളത് എല്ലാ ഡോക്ടർമാരും എപ്പോഴും പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ സ്ഥിരേ വെള്ളം കുടിക്കാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മുടെ ദഹനത്തെ അത് കൃത്യമായിട്ട് ബാധിക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും അത് നമ്മുടെ മലബന്ധം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ പൈൽസ് പോലെയുള്ള രോഗാവസ്ഥയിലേക്കൊക്കെ വരാനും സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത് വളരെയധികം ഒരു പ്രയാസം ഉണ്ടാകും. പിന്നീട് സെഡൻഡറി ആയിട്ടുള്ള നമ്മൾ ഒരേ ഇരിപ്പിരുന്നിട്ടുള്ള ജോലികൾ, വ്യായാമത്തിൻ്റെ കുറവ്, ഇതെല്ലാം പലപ്പോഴും നമുക്ക് ഇത്തരം മലബന്ധത്തിലേക്ക് വഴിവെക്കാറുണ്ട്. പിന്നീട് നമുക്ക് ചില മരുന്നുകളുടെ ഉപയോഗം, ചില വേദന ഗുളികളുടെയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന പല മരുന്നുകളും പല ആളുകളിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇത്തരത്തിൽപ്പെട്ട മരുന്നുകളാണോ, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കുന്ന മരുന്നുകളാണോ എന്നുള്ളത് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ തൈറോയിഡ് പോലുള്ള ചില അസുഖങ്ങളിൽ, ഹൈപ്പോ തൈറോയിഡ് പോലുള്ള അവസ്ഥകളിലൊക്കെ പലപ്പോഴും പല ആളുകളിലും മലബന്ധം പോലത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കുള്ള രോഗവും ഈ മലബന്ധവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് IBS പോലെയുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള അവസ്ഥകളിൽ ചിലപ്പോൾ ഭയങ്കര വയറിളക്കമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര മലബന്ധമായിരിക്കും. ഇത് രണ്ടും മാറി മാറി വരുന്ന അവസ്ഥയും പല രോഗികളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഷുഗർ രോഗികൾ, ഡയബറ്റീസ് ഉള്ള രോഗികളിൽ പലപ്പോഴും പല മരുന്നുകളുടെ ഉപയോഗം, അല്ലെങ്കിൽ ഷുഗറിൻ്റെ കാരണം കൊണ്ടൊക്കെ തന്നെ മലബന്ധം വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മലബന്ധം? നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണോ, നമ്മുടെ അസുഖം കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളാണോ, അല്ലെങ്കിൽ മലം പോവാതിരിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പൈൽസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇനീഷ്യലി നമ്മൾ അതൊന്ന് അസസ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്നാലും മലം പുറത്ത് പോവാതിരിക്കുക, അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക, പൂർണ്ണമായിട്ട് പോയില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ മലം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാത്രം പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ തലവേദന, അങ്ങനെ വിട്ടുമാറാത്ത തലവേദനകൾ, വയറിന് അസ്വസ്ഥത മൂലം ഉണ്ടാകുന്ന തലവേദനകൾ, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പൂർണ്ണതയില്ല, അജീർണം പോലെ ഗ്യാസും അതുപോലെ തന്നെ വയറ് ഏന്തിക്കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മലബന്ധം, അതൊക്കെ മലബന്ധത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ മലബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 1-2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മലബന്ധം വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് മലം പോവണം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പല ആളുകളും അത് പിടിച്ചു വെക്കും. അതൊരിക്കലും ശരിയായ രീതിയല്ല. മലം പോകണം എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോവുകയും അത് നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും അത് പിടിച്ചു വെക്കുന്നത് മൂലം മലം പുറത്തേക്ക് ഇറങ്ങുകയും അത് പിന്നീട് അവിടെ കട്ടിയായിട്ട് വെള്ളം ഡ്രൈ ചെയ്യുന്നത് മൂലം അവിടെ കട്ടിയാവുകയും പിന്നീട് നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ട് മലം പുറത്തേക്ക് തള്ളി പുറത്ത് കളയേണ്ട ഒരു അവസ്ഥയും പലപ്പോഴും സംജാതമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക, മലം പോകണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് പോവുക. പിന്നെ കൃത്യമായിട്ടൊരു സമയം ക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്.
നമ്മൾ സ്ഥിരമായിട്ട് രാവിലെയാണ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു സമയം ഉണ്ടാക്കുക. പല സമയങ്ങളിൽ പോകുന്നത്, അതായത് രാവിലെ പോകുന്നു, ഉച്ചയ്ക്ക് പോകുന്നു, ഭക്ഷണം കഴിച്ചുടനെ പോകുന്നു, അല്ലെങ്കിൽ യാത്രയിലൊക്കെ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് ടോയ്ലറ്റിൽ പോയിട്ട് പോകുന്നു. ഇങ്ങനെ പല രീതിയിൽ പല ആളുകളും കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടൊരു സമയം ക്രമീകരിക്കുകയാണെങ്കിൽ, ആ ഒരു ശീലം കൃത്യമാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനമാണ്. അത് കൃത്യമായിട്ടുള്ളൊരു സമയത്ത് നമുക്കത് പ്രയാസമില്ലാതെ, നമുക്ക് മലബന്ധമില്ലാതെ നമുക്കത് കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നതിൻ്റെ പൊസിഷന്, പല ആളുകളും പലപ്പോഴും ഇന്ത്യൻ ടോയ്ലറ്റാണ് പൊതുവേ നമുക്ക് ഈ ഇത്തരം സ്ക്വാറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് മല ഒഴിഞ്ഞു പോകാൻ ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലത്തെ ഇരുത്താണ്. അത് സാധാരണ ഇപ്പോൾ യൂറോപ്യൻ ടോയ്ലറ്റിലൊക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും മലം കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ശരിയായ രീതിയിൽ മല ഇറങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റൂള്, കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റൂൾ വെച്ചിട്ട് കാല് പതുക്കെ പൊക്കി വെച്ചിട്ട് ഈ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മലശോധന കൃത്യമായിട്ട് പോകാനും മലം തടഞ്ഞു നിൽക്കാതിരിക്കാനൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മലബന്ധമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. പിന്നീട് നമ്മൾ രാവിലെയാണ് സ്ഥിരം പോകുന്നതെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക എന്നുള്ളത് മലബന്ധം വരാതിരിക്കാൻ നല്ലൊരു കാര്യമാണ്. നമ്മൾ ലൈറ്റായിട്ട് ആവിയിൽ പുഴുങ്ങിയതോ, അല്ലെങ്കിൽ നമ്മൾ നല്ല കാർബോഹൈഡ്രേറ്റോ, അല്ലെങ്കിൽ നല്ല പച്ചക്കറിയും പഴങ്ങളും പ്രോട്ടീൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മലശോധന കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക എന്നുള്ളത്, എത്ര തിരക്കാണെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതും ഇത്തരം മലബന്ധമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മളൊരു 20-30 മിനിറ്റെങ്കിലും ഒരു നടത്തമോ വ്യായാമമോ ശീലമാക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരം അനങ്ങുന്നത് മൂലം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഒക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് കൂടുതലായിട്ട് മൂവ്മെൻറ്റ് കൂടാനും മലം താഴേക്ക് തള്ളിപ്പോരാനും ഒക്കെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഒക്കെ കൂട്ടാൻ നമ്മുടെ വ്യായാമം നമ്മളെ സഹായിക്കും. അപ്പോൾ അത്തരം വ്യായാമങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് മലബന്ധമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഹെൽത്ത് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലൊരു 5 ഡീപ്പ് ബ്രെത്ത്, നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുന്ന രീതിയിൽ ഒരു 5 പ്രാവശ്യം നമ്മൾ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ നല്ല ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുകയാണെങ്കിൽ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ ദഹനത്തെ ഭയങ്കരമായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിക്കാനും അത് വളരെ നല്ല രീതിയിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യാനും അത് പുറത്തേക്ക് തള്ളിപ്പോകാനുള്ള ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് മൂലം അത് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബേജാറായി വന്ന് ഓടി വന്ന് ഭക്ഷണം കഴിച്ച് വാരി വലിച്ച് കഴിക്കുന്നത് ശരിയായ രീതിയല്ല. ചവക്കാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ രീതിയല്ല. ഈ ചവക്കാതെ ഭക്ഷണം കഴിക്കുന്നത് മൂലമൊക്കെ ദഹനത്തെ ബാധിക്കുകയും അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനും വഴിവെക്കും. അപ്പോൾ നന്നായിട്ട് ചവച്ച് വളരെ റിലാക്സ് ചെയ്തിട്ടുള്ള മോഡിൽ വേണം നമ്മൾ എന്ത് ആഹാരം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ. നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഇത്തരം കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടാക്കും, മലബന്ധം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് നോക്കുമ്പോൾ ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറി, ചീര, മുരിങ്ങ, നല്ല കളർഫുള്ളായിട്ടുള്ള പഴങ്ങൾ, നാരുള്ള പഴങ്ങൾ, ഇലക്കറികൾ, നമ്മൾ വീട്ടിൽ കിട്ടുന്ന നാടൻ രീതിയിൽ കിട്ടുന്ന നമ്മുടെ മാണിത്തട്ട, മറ്റ് പഴത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇണ്ണിക്കാമ്പ് പോലത്തെ ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ചേന, ചേമ്പ്, കാച്ചിൽ പോലത്തെ ഭക്ഷണങ്ങളൊക്കെ പൊതുവെ ചില ഈ പൊട്ടറ്റോയൊക്കെ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കിയത് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമുക്ക് മാറി മാറി കഴിക്കുന്നത് ഫൈബേഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫൈബേഴ്സ് ആയിട്ടുള്ള തണ്ണിമത്തന്, അതുപോലെ തന്നെ ചക്കപ്പഴങ്ങൾ, മധുരക്കിഴങ്ങ്, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ്. ഇനി ഇത്തരം മലബന്ധം ഉണ്ടായാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹെമറോയിഡ്സ് അഥവാ പൈൽസിൻ്റെ ബുദ്ധിമുട്ടിനെ വളരെയധികം കൂട്ടും. അതുപോലെ തന്നെ ഫിസ്റ്റുല പോലത്തെ രോഗങ്ങളൊക്കെ മലബന്ധമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടാനും അത് പിന്നീട് അതൊരു രോഗമായിട്ട് വരാനൊക്കെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് മലബന്ധത്തെ നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു പരിധിവരെ നമുക്ക് മലബന്ധത്തെ പിടിച്ചു നിർത്താനും, അതുപോലെ തന്നെ ഭക്ഷണത്തിലും വ്യായാമത്തിലുള്ളൊരു ചിട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു മലശോധന ലഭ്യമാകുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് വളരെയധികം ഈ ഒരു കാര്യങ്ങളായിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. പലപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. സ്ഥിരമായിട്ട് ഒരിക്കലും ഈ ലാക്സേറ്റീവ്സ് പോലത്തെ മരുന്നുകൾ കഴിക്കുന്നത് ഒരിക്കലും ശരീരത്തിൽ ഗുണകരമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക.
മരുന്ന് കഴിച്ചുകൊണ്ട് മലബന്ധം പരിഹരിക്കുന്നതിലും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണശീലത്തിലും നമ്മുടെ ജീവിതശൈലിയിലും ക്രമീകരിച്ചുകൊണ്ട് തന്നെ മലബന്ധം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.